ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ PSCയുടെ ഏജ് ലിമിറ്റ് ഉയർത്തി 40 വയസ്സാക്കിയതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടെത്തിയ കുറേ പോസിബിലിറ്റീസ് കാണും. എന്നാൽ അതിലൊളിഞ്ഞിരിക്കുന്ന ട്രാപ്പുകളെക്കുറിച്ചും ഞാൻ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, വളരെ കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളതിനെക്കുറിച്ച്. അതിനെക്കുറിച്ചുള്ള ഫർദർ എക്സ്പ്ലനേഷനൊന്നും ഞാനിവിടെ തരാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ച ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള കാര്യം. ചില ആളുകൾ പറയും, അങ്ങനെ വളരെ കുറച്ച് കാലം കൊണ്ട് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണെന്നൊക്കെ. ഈ ഭാഗ്യമെന്ന് പറയുന്ന കാര്യം നമ്മളുടെ ഹാർഡ് വർക്കും നമ്മളുടെ ഒരുപാട് ക്ഷമയും നമ്മളുടെ സാക്രിഫൈസും ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ത്യജിക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നൊരു സമയത്താണ് ഈ ഭാഗ്യം എന്ന് പറയുന്ന കാര്യം നമ്മളുടെ ലൈഫിലേക്ക് വരിക. ഈ ഭാഗ്യത്തിൻ്റെ പുറകിലുള്ള ഒരുപാട് ഹാർഡ് വർക്ക് ആരും കാണില്ല. നമ്മൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴേ ആളുകൾ നമ്മളെ കാണൂ. അപ്പോൾ അവർക്ക് തോന്നും ഇതൊരു ഓവർനൈറ്റ് സക്സസ് ആണ്, ഭാഗ്യമാണെന്നൊക്കെ. അല്ലാതെ അതിന് പുറകിലെ കഥയൊന്നും ആരും ചെയ്യില്ല. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, എന്നെ അറിയുന്ന, എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. ഞാൻ പറയുന്നത് ഷോർട്ട് പീരീഡിൽ എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങളിതിലേക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്താൽ പിന്നീട് നിങ്ങൾ വെറുതെ ഇരുന്നാലും ശരി, നിങ്ങൾക്ക് ജോലി കിട്ടും. ഇത് എൻ്റെ അനുഭവമാണ്. കൃത്യമായിട്ടുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. പക്ഷേ ഈ ഒരു യാത്രയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക, കുറേ പ്രതിബന്ധങ്ങൾ നമുക്കതിൽ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതെല്ലാം തകർത്ത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രമേ ഞാൻ ശ്രദ്ധിക്കൂ എന്ന് ഫോക്കസ് ഉള്ളവർ മാത്രം ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി. സോ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇതൊക്കെ എനിക്ക് പറയാൻ എന്താണ് അവകാശം, അല്ലെങ്കിൽ ചെയ്തു നോക്കാത്ത ഒരു കാര്യം വെറുതെ പറയാൻ എളുപ്പമാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. ഞാൻ PSC മേഖലയിലേക്ക് വന്നപ്പോൾ ആദ്യം കേട്ട കാര്യം, ഞങ്ങളൊക്കെ 10 വർഷമായിട്ട് 8 വർഷമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്, നീയൊക്കെ ഇനി എന്ന് കയറി പോകാനാണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. എന്നെ വളരെയധികം ഹേർട്ട് ചെയ്തൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മാക്സിമം ഇട്ട് പഠിച്ചത്, മാനിഫെസ്റ്റ് ചെയ്തത്, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ മാറി നിൽക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ, ഒരു പബ്ലിക് മീഡിയയിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനോ താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായി ഒഴിവാക്കുക. എനിക്കിവിടെ പറഞ്ഞു തരാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു റൂട്ട് നിങ്ങളും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് പഠിച്ചാൽ എങ്ങനെ ക്വിക്ക്ലി നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റും. അതിന് 10 വർഷമോ 15 വർഷമോ ഒന്നും വേണ്ട എന്നുള്ള കാര്യം മനസ്സിലാവും. നിങ്ങളുടെ 100% കൊടുത്ത് നിങ്ങൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം കളയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്നേക്ക് 1.5 വർഷം അല്ലെങ്കിൽ ഇന്നേക്ക് 2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എവിടെയായിരിക്കും? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കി എടുക്കുക, അതിനുശേഷം മാത്രം കാണുക. കാരണം നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ലൈഫിനെ കുറിച്ചൊരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി വഴിയിൽ നിന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 18 മാസം നിങ്ങളിതിലേക്ക് സമർപ്പിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കും. ഞാൻ ഫോളോ ചെയ്ത എക്സാക്ട് മെത്തേഡൊന്നും നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ് കൊടുത്ത ഒരു സമയം എന്ന് പറയുന്നത് 6 മാസമായിരുന്നു. ആ 6 മാസം ഞാൻ പുറം ലോകം കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞാലും തിരക്കേടില്ല. എൻ്റെ ഫോണിലെ സിമ്മ് ഞാൻ ഊരി ഒരു ചെറിയ ഫോണിലേക്ക് ഇട്ടിട്ട് എൻ്റെ സ്മാർട്ട് ഫോൺ ഗൂഗിളിൽ എനിക്ക് സംശയങ്ങൾ നോക്കാൻ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. യൂട്യൂബിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഒരു സിനിമ കാണും. ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന കാര്യമേ ഇല്ലായിരുന്നു. ഒരു ഗ്യാതറിങ്സിലും ഞാൻ പങ്കെടുക്കാറില്ലായിരുന്നു. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, വരുന്ന എക്സാമുകൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് 1 വർഷം ഞാൻ കണ്ടിന്യൂസ്ലി എക്സാമും എഴുതി. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലിസ്റ്റുകളിലൊക്കെ വന്നു. എനിക്ക് വളരെ അടുത്ത റാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജോലി കിട്ടുകയും ചെയ്തു. ഒരുപാട് ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് വർഷങ്ങൾ വേണം ഒരു PSC എക്സാം എഴുതിയെടുക്കാൻ എന്നുള്ള കാര്യം. പക്ഷേ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് തെളിയിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ വല്ലപ്പോഴും പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ മാസവും പുതിയ പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കൂടുതൽ സമയവും സോഷ്യൽ മീഡിയ അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാനും ഇല്ലാതെ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോസിബിൾ ആയിരിക്കും. ഇതൊക്കെ മാറ്റിവെച്ച് കൃത്യമായിട്ടൊരു പ്ലാനോടുകൂടി പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല.
കാരണം ഗവൺമെൻറ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിയുള്ള തല മാത്രം പോരാ, നമ്മൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി വേണം. സോ നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം. സ്റ്റെപ്പ് നമ്പർ 1, അതായത് നിങ്ങളുടെ ടാർഗറ്റ് എക്സാമിനെ നിങ്ങൾ നോക്കി വെക്കുക. അതായിരിക്കണം നിങ്ങളുടെ മെയിൻ ടാർഗറ്റ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കൂടെ കിട്ടുന്ന ഒരു ലക്കി പോയിൻറ്റ്സ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്കൊരു ടാർഗറ്റ് എക്സാം വേണം. സോ ആ ടാർഗറ്റ് എക്സാമിനെ നിങ്ങൾ മുന്നിൽ നിർത്തുക. അതിനുശേഷം ആ എക്സാമിനെ കുറിച്ച് പഠിക്കുക, ആ പോസ്റ്റിനെ കുറിച്ച് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതിലേക്കൊരു ഇൻട്രസ്റ്റ് വരണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് എത്രത്തോളം ചെറുതാണോ അത്രത്തോളം പവർഫുള്ളായിട്ട് നിങ്ങളുടെ ആ ഒരു എക്സാമിലേക്ക് നടന്നെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾക്ക് അത് മാത്രമേ നിങ്ങളുടെ കണ്ണിലുണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺസ് ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറേ ആഡ് ഓൺസ് കിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള ആഡ് ഓൺസ് ആണെന്നല്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ആ ഒരു എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്ത് കിട്ടിക്കോളും. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസ്. സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിലബസ് അവൈലബിൾ അല്ലെങ്കിൽ പോലും പാസ്റ്റ് സിലബസ് ഒക്കെ കാണുമല്ലോ, ആ പേപ്പർ എടുത്ത് വെക്കുക. നിങ്ങൾ ആദ്യം പോയി പുസ്തകം പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ആ പേപ്പർ എടുത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ സിലബസ് വായിച്ചു പഠിക്കുക. അതിലെ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്നാൽ നിങ്ങളുടെ കേരള സിലബസിൻ്റെ അല്ലെങ്കിൽ CBSEയുടെ അല്ലെങ്കിൽ ICSEയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ അതിലെ ടോപ്പിക്കുകൾ ഈ സിലബസിൽ നിന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിലെ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് തുറന്നൊരു ടോപ്പിക്കിലേക്ക് നോക്കുമ്പോൾ ഇത് നമ്മുടെ സിലബസിലുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത്രത്തോളം ഡീപ്പായിട്ട് ആ സിലബസിലേക്ക് നിങ്ങൾക്കൊരു ഇൻവോൾവ്മെൻറ്റ് വേണം. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വെറുതെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി പഠിക്കുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം കൂടിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നിങ്ങളൊരു പർട്ടിക്കുലർ ടെക്നിക്കൽ എക്സാമിനോ അങ്ങനെ വല്ലതും പഠിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ ഇറങ്ങി ഇൻവോൾവ് ചെയ്ത് പഠിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം, ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി മാത്രം എടുത്തു വെച്ച് പഠിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബയോളജി മാത്രം പഠിക്കുന്നവരെ കണ്ടു. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് മാത്രമല്ല നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ വെറുതെ ഒരു ടോപ്പിക്കിലേക്ക് അനാവശ്യമായിട്ടുള്ള സമയം കൊടുത്ത് ബാക്കി ടോപ്പിക്കുകൾ കവർ ചെയ്യാനുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ എൻ്റെ സിലബസ് ഉണ്ടല്ലോ, അത് പഠിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണമെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ നന്നായിട്ട് ആ സിലബസിനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡീപ്പായിട്ട് അത് എത്രത്തോളം വാസ്റ്റാണ്, എത്രത്തോളം പഠിക്കാനുണ്ടെന്നൊക്കെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ എത്ര സമയം വേണം എന്നുള്ള കാര്യം മനസ്സിലാവും. എന്നിട്ട് അത് വെച്ചിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടതൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻ്റായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം അവിടെ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ സ്റ്റഡി പ്ലാൻ ആണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡ് ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ നല്ല സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ബേസ് നല്ല തറവായിരിക്കണം, എങ്കിൽ മാത്രമായിരിക്കും നമുക്കത് മുകളിലേക്ക് കെട്ടിപ്പൊക്കാൻ പറ്റുക. സോ ബേസ് ഇല്ലാതെ നിങ്ങൾ ഒന്നിലേക്ക് പഠിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങളുടെ ഇന്നലത്തെ നിങ്ങളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കണം ഇന്നത്തെ നിങ്ങൾ. അല്ലാതെ നിങ്ങളിവിടെ മത്സരോട്ടത്തിന് പോവുകയല്ല, നിങ്ങൾ ക്വാളിറ്റി ടൈമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് 1 മണിക്കൂറേ ഒരു ദിവസം പഠിക്കാൻ പറ്റിയുണ്ടെങ്കിൽ പോലും ആ 1 മണിക്കൂർ നല്ല വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ ഇവിടെ നോക്കിയിരുന്ന് സോഷ്യൽ മീഡിയയിലും തോണ്ടിക്കൊണ്ട് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കില്ല. നിങ്ങൾ സിലബസും പഠിച്ച് ഓരോ ടോപ്പിക്ക് പഠിക്കാൻ എത്ര നേരവും വേണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ടൈം ടേബിൾ റെഡിയാക്കി അത് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഈ പഠിച്ച് തുടങ്ങുമ്പോൾ എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റിവിഷൻ എടുക്കില്ല. റിവിഷൻ എടുക്കാതെ ഇങ്ങനെ പഠിച്ചങ്ങ് പോകും. പക്ഷേ പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും ഓർമ്മയും കാണില്ല, വെറുതെ കുറേ സമയം കളയാം. സോ പഠിച്ച കാര്യം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. 2 ദിവസം പഠിച്ചാൽ 3-ാം ദിവസം റിവിഷൻ ആയിരിക്കണം. അങ്ങനെ വേണം പഠിച്ച് പോകാൻ. അല്ലെങ്കിൽ വീക്ക്ലി ഒരു ദിവസമെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് റിവിഷൻ വെക്കണം, ആ ഒരാഴ്ച പഠിച്ചത് മൊത്തം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടും. പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതുന്ന ഒരു ഫെമിലിയാരിറ്റി കിട്ടണം. ഇപ്പോൾ നമ്മൾ എക്സാം എഴുതി വീട്ടിലിരുന്ന് എഴുതുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ആ ഒരു എക്സാം ഹോളിലിരുന്ന് എഴുതുന്ന ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടില്ല. മാക്സിമം നിങ്ങൾ ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്ന് അത്ര കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ഇരുന്ന് എക്സാം എഴുതാൻ നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡിസ്കംഫർട്ടും നിങ്ങൾക്ക് ആ ഒരു ടെൻഷനും ഒക്കെ ഫീൽ ചെയ്യുക. സോ അതായിരിക്കും നിങ്ങൾ എക്സാം ഹോളിൽ ചെന്ന് കാണിക്കുക. എവിടെയെങ്കിലും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് എക്സാം എഴുതുന്നത് പോലെയല്ല എക്സാം ഹോളിൽ ചെന്ന് എഴുതുന്നത്. ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കണം.
പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സമയത്തിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് റീഡ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം കൂടിയാണത്. സോ കഴിയുന്നത്ര മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളതാണ്. ഞാനിങ്ങനെ ശനിയാഴ്ചയാണ് അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് വെറുതെ ഇരിക്കാം എന്നൊക്കെ ഓർത്തിട്ട് സമയം കളയാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഞാനൊരു സിനിമ കാണാറുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള മൂവീസൊക്കെ ചിലപ്പോൾ പഴയത് കിടക്കുന്നത് യൂട്യൂബിലിരുന്ന് കാണും. ആ ഒരു 2.5 മണിക്കൂർ ഞാനത് ആസ്വദിക്കാനായിട്ട് വിട്ടിരിക്കുന്ന സമയമാണ്, അത് അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും പഠിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ റിവിഷനെങ്കിലും ചെയ്യാതെ ഇരിക്കില്ല. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഞാൻ പുതിയ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുമായിരുന്നു. എല്ലാ ദിവസവും പഠിക്കുമ്പോൾ അതിൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഇതിലേക്ക് മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ, മറ്റൊരു കാര്യത്തിലേക്കും ഞാൻ ഇൻവോൾവ് ആയിട്ടില്ല. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ടൈം കില്ലേഴ്സിനെ എല്ലാം തൂത്തുവാരി കളയുക. നിങ്ങളുടെ മൊബൈലാണോ പ്രശ്നം, കളയുക. സോഷ്യൽ മീഡിയ ആണോ പ്രശ്നം, സോഷ്യൽ മീഡിയ ഒക്കെ തൽക്കാലത്തേക്ക് നിങ്ങൾ ഉപേക്ഷിക്കുക. ഓക്കെ, അൺനെസസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുക. വെറുതെ പുറത്ത് പോയി കറങ്ങുന്നത് നിർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് പരീക്ഷയൊക്കെ ക്രാക്ക് ചെയ്യാൻ 10 വർഷം വേണം, 20 വർഷം വേണം, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം, ഒരു രസമാണിതൊക്കെ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഓടിച്ചു വിടുക. ബിക്കോസ് നെഗറ്റീവ് ഈ ഒരു കാര്യത്തിൽ നമ്മളെ ബ്രെയിൻ പെട്ടെന്ന് ആക്സസ് ചെയ്യും. ഓക്കെ, പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു പാറ്റേൺ, മൈൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് റോളർ കോസ്റ്റർ പോലെ ആയിരിക്കും. നമ്മൾ ചില സമയത്ത് അപ്പാവും, ചില സമയത്ത് ഡൗൺ ആവും. ഇങ്ങനെ അപ്പ് ഡൗൺ ഈ ഒരു മൊമെൻറ്റിലായിരിക്കും നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ ഇനി എത്ര വർഷം കഴിഞ്ഞ് ആ ജോലി കിട്ടുന്നത് എന്ന് ചോദിച്ച ആ ഒരു ഒരൊറ്റ വാക്കായിരുന്നു എൻ്റെ എനർജി എന്ന് പറയുന്നത്. എന്നാൽ കിട്ടിയിട്ടേ ഉള്ളൂ എന്ന് ഞാനും വിചാരിച്ചു. നമുക്ക് മറുപടി പറയാൻ പറ്റാത്തടത്തൊക്കെ ദൈവം മറുപടി പറയും എന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവമാണത്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വർഷം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല, ഇത് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ള അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേറ്റുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ അല്ലാത്ത ഒരു ജോലി കിട്ടിയേ പറ്റൂ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണിത്. ഇത് ആ ഒരു രീതിയിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. ബിക്കോസ് എനിക്ക് അന്ന് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊരു ജോലി കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ അറിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തത്. ഇനി നിങ്ങൾ ചോദിക്കുമായിരിക്കും, ആ സമയത്ത് കിട്ടിയില്ലെങ്കിലോ? 1.5 വർഷം 2 വർഷമായിട്ടും ഇതിലേക്ക് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല, എനിക്കിത് പറ്റില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ അവിടെ ക്വിറ്റ് ചെയ്തേനെ. പിന്നെ വേറെ കുറേ ആൾക്കാർ പറയുന്നത്, ചിലരെ പെട്ടെന്നെല്ലാം പഠിക്കും, ഒറ്റ റീഡിലെല്ലാം പഠിക്കുന്ന ആൾ. ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് ഒറ്റ റീഡിലൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ സ്റ്റഡീസ്, ജോഗ്രഫി, ഹിസ്റ്ററിയൊക്കെ വട്ടപൂജയായിരുന്നു. എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ബിക്കോസ് 0 മാർക്ക് കിട്ടുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനെല്ലാം പാസ്സാവും, ഓക്കെയാണ്. ബട്ട് എനിക്ക് സ്റ്റുഡിയസ് ആയിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുതിയ കാര്യങ്ങൾ അറിയാനൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അതാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ബിക്കോസ് ഞാനൊരു കാര്യം വായിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. കാരണം എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനോ അല്ലെങ്കിൽ കാണാതെ പഠിച്ചിങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പറയാനോ അറിയില്ല. അപ്പോൾ എനിക്ക് പല ആളുകളെക്കുറിച്ചോ പല സാഹചര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അതായത് ഹിസ്റ്ററിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും ഒന്നും അറിയില്ല. ഇപ്പം നമ്മളുടെ മുഗൾ ഭരണകൂടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വായും പൊളിച്ചിരിക്കും. ബിക്കോസ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ആളുകളെ അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് ചോദിച്ചാലും ഇൻഡിപെൻഡൻസ് കിട്ടിയത് എന്നാണ്, അങ്ങനെയൊക്കെ അല്ലാതെ ഡീപ്പായിട്ടൊന്നും എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എത്രത്തോളം മാറി എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ബിക്കോസ് എനിക്ക് ലോകവിവരം വളരെ കുറവായിരുന്നു. ഞാൻ പുസ്തകപ്പുഴുവായിരുന്നു, പക്ഷേ എനിക്ക് ലോകവിവരം വളരെ കുറവായിരുന്നു. ലോകത്തിൽ എന്താ നടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പത്രം വായിക്കത്തില്ലായിരുന്നു. ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആയ സമയം തൊട്ട് ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ അരിച്ചു പെറുക്കി വായിക്കുമായിരുന്നു. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത് കേട്ടിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഞാനിങ്ങനെ വായിക്കും, ഇങ്ങനെ വായിച്ച് ഓരോരോ സെൻറ്റൻസുകളായിട്ട് ഇങ്ങനെ വായിച്ചായിരുന്നു. ഞാനത് പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ ആൾക്കാർ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായത് ഈ റിപ്പീറ്റഡ് റീഡിങ്ങിലൂടെ തന്നെയാണ്. ഒന്നും ഓർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, അതായത് മെയിനായിട്ടും ഞാൻ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫിയുടെ കാര്യങ്ങളാണ്. സയൻസൊക്കെ പിന്നെ എനിക്ക് ടേംസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയായിരുന്നു. കാരണം എനിക്കത് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് എനിക്ക് തീരെ പണ്ട് തൊട്ടേ ഇഷ്ടമല്ല, ഞാനൊന്നും പഠിച്ചിട്ടുമില്ല. അതൊക്കെ പഠിക്കാൻ പറ്റി. സയൻസിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ് പഠിച്ചു വന്നത്. ഇത്ര നല്ല സബ്ജക്റ്റുകളാണല്ലോ ഞാൻ ഒഴിവാക്കിയെന്ന് ഓർത്ത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യന് വരുന്ന മാറ്റമല്ല. പക്ഷേ നിങ്ങളൊരു 90 ദിവസം കണ്ടിന്യൂസ്ലി ഇതിലേക്ക് ഇൻവോൾവ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അത്രത്തോളം കപ്പാസിറ്റി കൂടും. നമ്മളുടെ ബ്രെയിൻ കപ്പാസിറ്റിയുടെ 0.0001% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്.
ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പൈസ മുടക്കി പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നവർ ഒട്ടും വിഷമിക്കേണ്ട. ഞാൻ തന്നെയാണ് പഠിച്ചത്. ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിരുന്നു. ഞാൻ PG ഒക്കെ ഉള്ള ഒരു അഹങ്കാരത്തിലാണ് പോയത്. പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോയി അവിടെ ചെന്ന് പൊട്ടിത്തകർന്നാണ് തിരിച്ചു പോകുന്നത്. അന്നൊരു എക്സാം നടന്നു. ആ എക്സാമിൽ 45 മാർക്കായിരുന്നു എനിക്ക് ലഭിച്ചത്. ഞാൻ എഴുതിയത് സയൻസിലെ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷും മാത്സും മാത്രമായിരുന്നു. വേറെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അവിടുത്തെ ആളുകളുടെ മാർക്ക് 10ാം ക്ലാസ്സും +2 ക്വാളിഫിക്കേഷനുള്ള ആളുകളുടെ മാർക്ക് കണ്ടപ്പോൾ എൻ്റെ ബോധം പോയതാണ്. എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയതാണ്. ഞാൻ വീട്ടിൽ വന്ന് 3 ദിവസം കരഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. PSCയും കിട്ടില്ല. ഇനി എന്താ നെക്സ്റ്റ് വേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒരു ജോലി ഇല്ലാതെ ജീവിക്കാനും വയ്യ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് തമ്പുരാൻ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ തന്നു. ഒരുപാട് നന്ദി എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ആ ഒരു നിമിഷം എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു തകർച്ച വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നിനെക്കുറിച്ചും ആലോചിക്കില്ല. ഫ്രീ ആയിട്ട് ഇങ്ങനെ ജീവിച്ചേനെ. പക്ഷെ അന്ന് വന്നിരുന്ന് കരഞ്ഞ ആ 3 ദിവസത്തെ കരച്ചിൽ എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ തന്നു. എനിക്ക് സ്വന്തം കംഫർട്ട് സോണിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് പഠിച്ച് ഞാൻ കുറേ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ എഴുതിയപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. എനിക്കിത് പറ്റും എന്നുള്ള ഒരു കാര്യം. പിന്നെ ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹവും അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് പറയുന്നത് പോലെ മെൻ്റൽ സപ്പോർട്ട് തരാനോ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് തരാനോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ട് തരാനോ ആരും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷം വന്നിട്ടുള്ള ആളുകൾ മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ. സോ നിങ്ങൾക്കതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ലക്കിയാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണ്. നിങ്ങൾക്ക് അത്രത്തോളം ജോലി വേണം എന്ന അർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. പക്ഷേ ഇമോഷണൽ കൺട്രോൾ, ക്ഷമ, ഈ 2 കാര്യവും നമുക്ക് നന്നായിട്ട് വേണം. കാരണം ഒരുപാട് ഇമോഷൻ അപ്പ് ആൻഡ് ഡൗണിലേക്ക് പോകുന്നൊരു സമയമായിരിക്കും. അത് കൺട്രോൾ ചെയ്ത് പിടിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക. നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. വിഷ്വലൈസേഷൻ ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ്റെ എല്ലാ ടെക്നിക്കുകളും നിങ്ങൾ 1 by 1 ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ അതിലേക്കൊക്കെ ഒരുപാട് സമയം കൊടുത്ത് ചെയ്യാൻ സമയം വേണമെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിരുന്നത് വിഷ്വലൈസ് ചെയ്ത് ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാറുണ്ടായിരുന്നു, സ്ക്രിപ്റ്റിംഗ് ചെയ്യാറുണ്ട്. അതൊക്കെ സമയം പോലെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ എൻ്റെ ഒരു രീതി ഇങ്ങനെ ആയിരുന്നു. നിങ്ങൾക്കിത് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം ഉപകാരപ്പെടുമെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇന്നത്തെ ദിവസം എഴുതി മാർക്ക് ചെയ്ത് വെക്കുക. 1.5 വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയതിന് ശേഷം വന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇത് നേടാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അത് അറിയിക്കണം. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.